യക്ഷകിന്നര ഗന്ധർവാദികളും ചുടലഭൂവിലെ ആത്മാക്കളും അഭയം തേടുന്ന ലോകൈകനാഥന്റെ അനുഗ്രഹത്താൽ ഇനിയുള്ള അവസാന ചീട്ടിൽ മോന്റെ അമ്മ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന അമ്മമ്മ പ്രതീക്ഷിക്കണത്. എങ്കിൽ അനിയൻ വരുമ്പോൾ പറയാൻ എനിക്കതൊരു വലിയ സന്തോഷവാർത്തയാവും. നാളുകളായുള്ള ഞങ്ങളുടെ കാത്തിരിപ്പാണ്. അമ്മയോട് ഞങ്ങൾക്ക് ദേഷ്യം ഒന്നുമില്ല, എന്നും ഇഷ്ടം മാത്രമേ ഉള്ളൂ അമ്മമ്മേ. എന്റെ കുഞ്ഞുമോന്റെ സങ്കടം കണ്ടില്ലേ തത്തപ്പെണ്ണേ? അവസാനത്തെ ചീട്ട് ഒന്ന് കൊത്തിയെടുത്തേ. അവസാനത്തെ ചീട്ടിലെ ചിത്രം ഏകലവ്യനാണ് മോനെ. തന്റെ ഇച്ഛാശക്തി കൊണ്ട് സകല കഴിവുകളും ആർജിച്ച കുട്ടിയാണ് ഏകലവ്യൻ. ഏകലവ്യന്റെ കഥയുമായി ബന്ധപ്പെട്ട് മോന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാവും. അതെന്തായിരിക്കും? ഞാൻ പറയാം. തത്ത സംസാരിക്കുകയോ? കുമാര, ഞാൻ വെറുമൊരു തത്തയല്ല. സത്യശൃംഗ സ്വരൂപത്തിലെ രാജശേഖര മഹാരാജന്റെ മകനായിരുന്നു ഞാൻ. ഒരിക്കൽ നായാട്ടിനു പോയപ്പോൾ ഒരു പാവം അമ്മമ്മയുടെ തത്തയെ ഞാൻ അമ്പെയ്തു വീഴ്ത്തി. ആ അമ്മമ്മയുടെ ശാപത്തിന്റെ ഫലമായാണ് ഞാൻ തത്തയായി മാറിയത്. എന്റെ അമ്മയെ നീ എവിടെയാണ് കണ്ടത്? പറയൂ. ഈ അമ്മമ്മ പറയുന്നത് പോലെ ഏകലവ്യനുമായി ബന്ധപ്പെട്ട കഥയിൽ നിന്റെ അമ്മയുണ്ട്. അതെങ്ങനെ? ഏകലവ്യന്റെ മാനസ ഗുരുവാണ് ദ്രോണാചാര്യർ. അങ്ങ് ദൂരെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമലകൾക്കിടയിൽ ദ്രോണപർവ്വതം എന്ന ഭൂമികയുണ്ട്. അവിടെയുള്ള ഒരു ആശ്രമത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിന്റെ അമ്മയാണ്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം. അവിടേക്കുള്ള വഴി എനിക്ക് വളരെ പരിചിതമാണ്. ആ യാത്രയിൽ അമ്മമ്മ മോനെ ഏകലവ്യന്റെ കഥ പറഞ്ഞു തരാം. കഥകൾ തീരുന്നിടത്ത് മോൻ അമ്മയെ കാണും. വരൂ. നൃത്തനാടകം ഏകലവ്യൻ, സമർപ്പണത്തിന്റെ ഇതിഹാസം. മഹാഭാരതത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ ഒരു ഗുരുഭക്തിയുടെ, ഒരു സമർപ്പണത്തിന്റെ, ഒരു നിശബ്ദമായ ത്യാഗത്തിന്റെ കഥയാണ് ഇത്. ഏകലവ്യന്റെ കഥയാണ്. നിന്റെ സമർപ്പണവും ശ്രദ്ധയും എന്നെ അഭിമാനിപ്പിക്കുന്നു. ധനുർവിദ്യയിൽ നീ കൈവരിച്ച ഈ മികവ് അഭ്യാസത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ഫലമാണ്. ഗുരുദേവ, താങ്കളുടെ ഉപദേശമാണ് എന്റെ ശക്തി. താങ്കൾ കാണിച്ച വഴിയിലാണ് എന്റെ വിജയമൊക്കെ. പാണ്ഡവർ വരുന്നു, ധൈര്യം നിറഞ്ഞവർ, ധർമ്മത്തിൻ പാതയിൽ എന്നും മുന്നേറുന്നവർ. പാണ്ഡവർ വരുന്നു, ധൈര്യം നിറഞ്ഞവർ, ധർമ്മത്തിൻ പാതയിൽ എന്നും മുന്നേറുന്നവർ. പഞ്ചപാണ്ഡവർ
പഞ്ചപ്രഭകളായി ന്യായത്തിനായി നിന്നു ലോകം പ്രകാശിപ്പിച്ചവർ. പഞ്ചപാണ്ഡവർ പഞ്ചപ്രഭകളായി ന്യായത്തിനായി നിന്നു ലോകം പ്രകാശിപ്പിച്ചവർ. പാണ്ഡവർ വരുന്നു ധൈര്യം നിറഞ്ഞവർ, ധർമ്മത്തിൻ പാതയിൽ എന്നും മുന്നേറുന്നവർ. ധർമ്മത്തിന്റെ പ്രതീകം യുധിഷ്ഠിരൻ, ശക്തിയുടെ അടയാളം ഭീമൻ, ധനുർവിദ്യയുടെ ശിഖരം അർജുനൻ, സൗന്ദര്യവും തന്ത്രവും നകുലൻ സഹദേവൻ. ധനുർവിദ്യ ശക്തിയല്ല, ശാസനമാണ്. ശരിയായ ലക്ഷ്യം, ശരിയായ മനസ്സ്, അതാണ് യഥാർത്ഥ വിജയം. കാടിന്റെ മക്കൾക്കിടയിൽ വളർന്ന ഒരുവൻ, ഗുരുവിന്റെ അറിവ് ദൂരെയിരുന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ശിഷ്യൻ. ആത്മവീര്യം ഉഗ്രശപഥം അസ്ത്രശസ്ത്രമഹാബലൻ, വീരദ്രോണാചാര്യരതിശയമോലുമാ വനപുത്രനെ. വാഴ്ക വാഴ്ക ഏകലവ്യൻ ഹിരണ്യായുസ്സാത്മജൻ, വാഴ്ക വാഴ്ക ഏകലവ്യൻ ഹിരണ്യായുസ്സാത്മജൻ. ആത്മവീര്യം ഉഗ്രശപഥം അസ്ത്രശസ്ത്രമഹാബലൻ, വീരദ്രോണാചാര്യരതിശയമോലുമാ വനപുത്രനെ. വാഴ്ക വാഴ്ക ഏകലവ്യൻ ഹിരണ്യായുസ്സാത്മജൻ, വാഴ്ക വാഴ്ക ഏകലവ്യൻ ഹിരണ്യായുസ്സാത്മജൻ. അർജുനൻ എന്റെ ഏറ്റവും മികച്ച ശിഷ്യൻ. ധനുർവിദ്യയിൽ അവന് തുല്യൻ ആരുമില്ല. എല്ലാവരും വിട്ടുപോയപ്പോൾ അവൻ ഒറ്റയ്ക്കായി. നിരസിക്കപ്പെട്ടെങ്കിലും അവൻ തകർന്നില്ല. തളരില്ല ഞാൻ, പിന്മാറില്ല ഞാൻ, വിശ്വാസമാണെൻ ഗുരുവര്യൻ, വിശ്വാസമാണെൻ ആചാര്യൻ. എനിക്ക് ഗുരുവില്ല, എനിക്ക് വഴിയില്ല, എങ്കിലും മനസ്സിൽ വിളങ്ങുന്നൊരു ദീപനാളം. മണ്ണിൽ തീർത്തൊരു രൂപം, ഹൃദയ
ഹൃദയത്തിൽ തീർത്തൊരു ഗുരുവും. അഭ്യാസമാണെന്നായുധം, സമർപ്പണമാണെൻ ശക്തി. മണ്ണിൽ തീർത്തൊരു രൂപം, ഹൃദയത്തിൽ തീർത്തൊരു ഗുരുവും. അഭ്യാസമാണെന്നായുധം, സമർപ്പണമാണെൻ ശക്തി. അർജുനൻ എന്റെ ഏറ്റവും മികച്ച ശിഷ്യൻ. ധനുർവിദ്യയിൽ അവന് തുല്യൻ ആരുമില്ല. അഭ്യാസത്തിന്റെ ശബ്ദം കാടിനെ വിറപ്പിച്ചു. അവിടെ എത്തി ദ്രോണനും പാണ്ഡവരും. ആരാണ് നിന്നെ ഈ വിദ്യ പഠിപ്പിച്ചത്? ഗുരുദേവ, താങ്കളാണ് എന്റെ ഗുരു. അർജുനൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. അവനേക്കാൾ മികച്ചവൻ ആരുമാകരുത്. നീ എന്നെ ഗുരുവായി മാനിക്കുന്നുവെങ്കിൽ എന്റെ ഗുരുദക്ഷിണയായി നിന്റെ വലത് കൈവിരൽ നൽകണം. ഉദാത്തമായ ഗുരുഭക്തി നിറഞ്ഞ ഈ കഥ, ഭക്തിയിൽ നിന്നും പിറക്കുന്ന ആത്മീയ ബന്ധത്തിന്റെ ശോഭ ഓരോരുത്തരുടെയും മനസ്സിൽ ദീർഘകാലം തെളിഞ്ഞു നിൽക്കും. അർപ്പിതമായ മനസ്സിന്റെ കരുത്തും അടങ്ങാത്ത വിശ്വസ്തതയും ഇതിന്റെ ഓരോ അണുവിലും പ്രതിഫലിക്കുന്നു. ഗുരുവിനോടുള്ള സമർപ്പണം ഒരു ജീവിതത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നു എന്നതിന്റെ ദീപ്തമായ പ്രതീകമായി ഈ കഥ എന്നും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്മേ, അമ്മ എവിടെയാ? അമ്മേ, അമ്മേ, അമ്മ എവിടെയാ? അമ്മേ, അമ്മേ, ഇത് ഞാനാ, അമ്മയുടെ ഉണ്ണിക്കുട്ടൻ. അമ്മ എവിടെയാ? അമ്മയെ തേടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. എന്തിനാ അമ്മ ഞങ്ങളെ വിട്ടു പോയത്? അമ്മേ, അമ്മ എവിടെയാ? അമ്മേ, ഇത് ഞാനാ, അമ്മയുടെ ഉണ്ണിക്കുട്ടൻ. ആരാരേരാരോ, ആരാരോ, ആരോ, ആരാരേരാരോ, ആരാരോ. ഓമനത്തിങ്കൾ കിടാ